ഹായ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. നഷ്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു ഈ 2025. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതോ നേട്ടങ്ങളുടെ വർഷമായിരുന്നു? ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലേ? ചിലർക്ക് ചില നഷ്ടങ്ങൾ. എനിക്ക് ഈ വർഷം നഷ്ടവും ചില നഷ്ടങ്ങളും ചില എന്താ പറയുക, ചില കണ്ടെത്തലുകളും, അതുപോലെ ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിച്ച വർഷം തന്നെയായിരുന്നു ഈ 2025. എൻ്റെ അമ്മ എന്നെ വിട്ടു പോയ വർഷം. ആകപ്പാടെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ലോകത്തിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് രക്തബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളാണ്. പക്ഷേ അതിനു മുന്നേ എനിക്കെൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട വർഷമാണ് ഈ 2025. അമ്മ മരിച്ചപ്പോഴൊന്നും ഞാൻ കരഞ്ഞില്ല കേട്ടോ. കാരണം കരഞ്ഞു കാണിച്ചിട്ടുള്ള സ്നേഹമല്ലല്ലോ, നമ്മുടെ ഉള്ളിലാണല്ലോ സ്നേഹം ഇരിക്കുന്നത്. ജനിച്ചാലൊരിക്കൽ മരിക്കും, അത് വിട. പിന്നെ എന്താ പറയുക, നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഓരോരോ സൗഹൃദങ്ങളും ഇഷ്ടങ്ങളും സ്നേഹവും എല്ലാം. ചിലർ നമ്മളെ എന്താ പറയുക, കൂടപ്പിറപ്പിനെ പോലെ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളെ ഒരു കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞ, അല്ലെങ്കിൽ എന്തപ്പം അതിന് പറയുക അറിയത്തില്ല, എന്തോ ആവട്ടെ, അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് കിട്ടിയ വർഷമായിരിക്കും ഈ 2025. അതുപോലെ ചില നല്ല നേട്ടങ്ങൾ കിട്ടിയ വർഷമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഈ 2025.